വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ള വർക്ക് എന്നുള്ളത് ദ മദർ എന്ന വർക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ദ മദർ എന്ന പോയത്തിൽ കൺസിഡർ ചെയ്യുന്നുള്ളത് ദ ഇമോഷണൽ ഇമ്പാക്റ്റ് ഓഫ് അബോഷനാണ്. ഒരു അബോഷൻ്റെ ഇമോഷണൽ ഇമ്പാക്റ്റാണ് ഈ ഒരു പോയത്തിൽ കൺസിഡർ ചെയ്യുന്നുള്ളത്. ഈ ഒരു പോയം പിന്നെ കൺസിഡർ ചെയ്യുന്നുള്ളത് ടു ബി വെൽ റിട്ടൺ ആൻഡ് സിമ്പിൾ ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇൻ്റർപ്രിറ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഈ ഒരു പോയത്തിൽ ക്യാൻ ബി റീഡ് ആസ് എ വുമൺ മോർണിംഗ് ദ ലോസ് ഓഫ് ചിൽഡ്രൻ ഷീ നെവർ ഹാഡ്. ഒരു സ്ത്രീ വിലപിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ അവൾക്ക് ഒരിക്കലും ലഭിക്കാത്ത, അവൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ചിൽഡ്രനെ പറ്റി ഓർത്തിട്ട്. ഇറ്റ് ക്യാൻ ഓൾസോ ബി സീൻ ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദ ഇമോഷണൽ ടർമോയിൽ വുമൺ ഫേസ് വെൻ മേക്കിംഗ് ഡിഫിക്കൽട്ട് പേഴ്സണൽ ഡിസിഷൻസ്. ഡിഫിക്കൽട്ട് പേഴ്സണൽ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നതിലൂടെ വുമണ് ഉണ്ടാകുന്നുള്ള ആ ഒരു ഇമോഷണൽ എക്സ്പ്രഷനാണ് നമുക്കിവിടെ കാണുന്നുള്ളത്. The poem's ending offers a complete witnessing of love, and whether readers are pro or anti-abortion, they will find understanding and love. Brooks uses repetition as a rhetorical device. She strikes a tone that is simultaneously mournful and nostalgic. She invents the hyphenated word mother-I, which resembles a kenning, a device common in ancient English epic poems. ഈ ഒരു പോയറ്റിനെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഓഥറിനെ എടുത്തു നോക്കുകയാണെങ്കിൽ, ബ്രൂക്സ് പറയുന്നത് വാസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ ടു വിൻ എ പുലിറ്റ്സർ പ്രൈസ്. ഷി വാസ് ഓൾസോ ദ ഫസ്റ്റ് ബ്ലാക്ക് വുമൺ ടു സെർവ് ആസ് എ പോയട്രി കൺസൾട്ടൻറ്റ് ടു ദ ലൈബ്രറി ഓഫ് കോൺഗ്രസ്. ഈ ഒരു പോയത്തിൽ ബ്രൂക്സ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീംസ് എന്നുള്ളത് ലോസ്, റിഗ്രറ്റ്, നോസ്റ്റാൾജി ആൻഡ് സോറോ. ദ പോയറ്റ് യൂസസ് വിവിഡ് ലാംഗ്വേജ് ആൻഡ് ഇമേജറി ടു കൺവേ ദ ഇമോഷണൽ ടർമോയിൽ ഓഫ് ദ മദർ. ഈ ഒരു പോയറ്റ് വിവിഡ് ലാംഗ്വേജ് ആൻഡ് ഇമേജറി യൂസസ് ചെയ്തിട്ടുള്ളത് ഒരു മദറിൻ്റെ ഇമോഷണൽ ടർമോയിൽ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ലോസ് പറഞ്ഞല്ലോ, തീംസ്, ആ ഒരു ലോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ദ സ്പീക്കർ മോൺസ് ഹെർ ലോസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ട്രൈസ് ടു കം ടു ടേംസ് വിത്ത് ഹെർ ലോസ്. റിഗ്രറ്റ് ദ മദർ ഫീൽസ് ഹണ്ടിങ് ഗിൽട്ട് ഓവർ ഹെർ ലോസ്റ്റ് ചിൽഡ്രൻ. അവർക്ക് നഷ്ടപ്പെട്ട ആ ചിൽഡ്രൻ്റെ മേലെ അവർക്കൊരു ഹണ്ടിങ് ഗിൽട്ടാണ്, ഒരു വേട്ടയാടുന്ന ഒരു കുറ്റബോധമാണ് ആ മദറിന് ഫീൽ ചെയ്യുന്നുള്ളത്. നോസ്റ്റാൾജിയ ദ സ്പീക്കർ റിമെമ്പേഴ്സ് ഹെർ ചിൽഡ്രൻ ത്രോ ദ വോയിസസ് ഓഫ് ദ വിൻഡ്. വോയിസസ് ഓഫ് ദ വിൻഡിലൂടെ ആ ഒരു ചിൽഡ്രനെ സ്പീക്കർ റിമെമ്പർ ചെയ്യാണ്. ദ സ്പീക്കർ ഇസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇമോഷണൽ ടർമോയിൽ. അതാണ് സോറോ എന്ന തീം കൊണ്ട് ബ്രൂക്സ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. Brooks uses metaphors, similes and personification to create a poignant picture of loss and regret. ലോസും റിഗ്രറ്റ് എന്ന പോയിഗ്നൻറ്റ് പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൂക്സ് യൂസ് ചെയ്യുന്നുള്ളത് മെറ്റഫേഴ്സ്, സിമിൽസ്, പേഴ്സോണിഫിക്കേഷനൊക്കെയാണ്. ഒരു എക്സാമ്പിൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഷീ യൂസസ് ദ മെറ്റഫർ ഓഫ് സക്കിംഗ് തം ആൻഡ് ഗോസ്റ്റസ് ടു റിപ്രസെൻറ്റ് ദ ലോസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ദ ഹണ്ടിങ് ഗിൽട്ട് ദ മദർ ഫീൽസ്. സക്കിങ് തമ്പും ഗോസ്റ്റൊക്കെ ഈ ഒരു ഓഥർ യൂസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു മെറ്റഫേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ലോസ്റ്റ് ചിൽഡ്രനെയും അതുപോലെ തന്നെ ഹണ്ടിങ് ഗിൽട്ടുള്ള മദറിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സ്പീക്കർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഹെർ ചിൽഡ്രൻ ആസ് ദ ചിൽഡ്രൻ യു ഗോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് ഗെറ്റ്. ഷീ ഡസ് നോട്ട് നോ വാട്ട് ടു മേക്ക് ഓഫ് ദിസ് ലോസ്. ഈ ഒരു ലോസിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്കറിയുന്നില്ല. എങ്ങനെ ഇരുന്നാലും ഈ ഒരു പോയം എന്നുള്ളത് ഈസ് എ ടെസ്റ്റിമോണി ഓഫ് ഹെർ നീഡ് ടു മോൺ ഫോർ ദം. ഈ ഒരു പോയം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എ വുമൺ ഹു ഹാഡ് അബോഷൻസ് ആൻഡ് ദ ഇമോഷണൽ ടേമോയിൽ ഷീ എക്സ്പീരിയൻസസ് എന്നതിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു പോയം ഈസ് നോൺ ഫോർ ഇറ്റ്സ് സെൻസിറ്റിവിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി. പോയം എക്സ്പ്രസ് ചെയ്യുന്നുള്ളത് ഫീമെയിൽ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് റേസിസം ആൻഡ് പാട്രിയാർക്കൽ വാല്യൂസ് ഇൻ സൊസൈറ്റി. ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് ഫ്രീ വേഴ്സിലാണ് ആൻഡ് മോസ്റ്റ്ലി ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 33 ലൈൻസ് ആൻഡ് 3 സ്റ്റാൻസാസ്. ദ പോയം യൂസസ് സെക്കൻഡ് പേഴ്സൺ ടു ഡിസ്ക്രൈബ് ദ children. The speaker got that you did not get. The second stanza is the longest and shift to first person. The speaker describes the ഹെൽപ്ലെസ്നെസ് ഓഫ് മദേഴ്സ്. ഒരു അമ്മയുടെ ഹെൽപ്ലെസ്നെസ്സിനെയാണ് ഈ ഒരു സ്പീക്കർ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത്. ഷീ ടെൽസ് ഓഫ് ഹിയറിംഗ് ദ വോയിസസ് ഓഫ് ഹെർ ചിൽഡ്രൻ ഇൻ ദ എയറിലൂടെ അവളുടെ ആ ഒരു ചിൽഡ്രനിൻ്റെ വോയിസ് അവൾ കേൾക്കുകയും അതുപോലെ തന്നെ അവളുടെ ഡ്രീമിൽ ആ ചിൽഡ്രനെ അവൾ കാണുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നുള്ളത്.
അതുപോലെ തന്നെ ഷീ അഡ്മിറ്റ്സ് ദാറ്റ് ഷീ ഡിഡ് നോട്ട് ഇൻറ്റൻഡ് ടു ടേക്ക് ദർ ലീവ്സ്. ഷീ എൻഡ്സ് ബൈ സേയിങ് ദാറ്റ് ഷീ ലവ്സ് ദം ഓൾ. അവളുടെ ചിൽഡ്രനെയൊക്കെ അവൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ഇത് അവസാനിക്കുന്നുള്ളത്. ഈ ഒരു പോയിന്റ് എന്നുള്ളത് ഡീപ്ലി പേഴ്സണൽ ആൻഡ് അൺഫ്ലിഞ്ചിങ് അനിയന്ത്രിതമായ എക്സ്പ്ലോറേഷൻ ഓഫ് എ വുമൺസ് കോംപ്ലക്സ് ഇമോഷൻസ് സറൗണ്ടിങ് അബോർഷൻ, ഡെപ്പിക്റ്റിംഗ് ദ ലിംഗറിംഗ് ഗിൽട്ട് ആൻഡ് ഗ്രീഫ് ഷീ ഫീൽസ് ഫോർ ദ ചിൽഡ്രൻ ഷീ ചൂസ് നോട്ട് ടു ഹാവ്. It is considered one of her most powerful and controversial works. ഈ ഒരു പോയം എന്നുള്ളത് ആ ഒരു മദറിന് മൾട്ടിപ്പിൾ അബോർഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ദ സ്പീക്കേഴ്സ് വോയിസ് ഫിൽഡ് വിത്ത് എ ഡീപ്പ് സെൻസ് ഓഫ് ലോസ് ആൻഡ് റിഗ്രറ്റ് ഫോർ ദ ചിൽഡ്രൻ. ഷീ വിൽ നെവർ നോ. അവൾക്കൊരിക്കലും അറിയാത്ത ആ ഒരു ചിൽഡ്രനിനെ പറ്റിയിട്ട് അവൾ റിഗ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. എക്സ്പ്രസിങ് എ ഏർണിംഗ് ഫോർ മദർഹുഡ് ഡിസ്പൈറ്റ് ഹെർ ചോയ്സ്. The poem does not portray a simple condemnation of abortion, but instead explores the complicated emotions of guilt. Complicated emotions of guilt ആണ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ഈ ഒരു പോയം എന്നുള്ളത്. അതുപോലെ തന്നെ നൊസ്റ്റാൾജിയ ആൻഡ് ഈവൻ ആങ്കർ ദാറ്റ് എ വുമൺ മൈറ്റ് എക്സ്പീരിയൻസസ് ആഫ്റ്റർ സച്ച് എ ഡിസിഷൻ. ഇതുപോലെയുള്ള എക്സ്പീരിയൻസിന് ശേഷമുള്ള ആ ഒരു വുമൻ്റെ ദേഷ്യവും അതുപോലെ തന്നെ നൊസ്റ്റാൾജിയ, ഗിൽട്ട് ഇമോഷൻസൊക്കെയാണ് ഈ ഒരു പോയം എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. Brooks uses vivid imagery to convey the speaker's emotional state, including references to blue vein babies and small, sad, careful hands, which contribute to the poem's raw and haunting quality. Beyond the personal story, the mother can be interpreted as a social commentary on the pressures and realities faced by women. വുമൺ ഫേസ് ചെയ്യുന്നുള്ള റിയാലിറ്റീസും പ്രഷേഴ്സൊക്കെയാണ് സോഷ്യൽ കമാൻഡറി ആയിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ പെർട്ടിക്കുലർലി ബ്ലാക്ക് വുമൺ റിഗാർഡിംഗ് റീപ്രൊഡക്റ്റീവ് ചോയ്സസ് ഇൻ എ സൊസൈറ്റി ദാറ്റ് മേ നോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ദർ എക്സ്പീരിയൻസസ്. ലിറ്റററി സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയം യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് റിപ്പീറ്റേഷൻ, സിമ്പിൾ ലാംഗ്വേജ് ആൻഡ് എ കോൺട്രവേഴ്ഷണൽ tone to create a sense of immediacy and vulnerability, allowing the reader to deeply connect with the speaker's emotional turmoil. റീഡറിന് അലോ ചെയ്യുന്നുള്ളത് ഡീപ്ലി കണക്ട് വിത്ത് ദ സ്പീക്കേഴ്സ് ഇമോഷണൽ ടേമോയിലാണ്. ഇനി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ടു കൺസിഡർ വെൻ അനലൈസിങ് ദ മദർ, ദ സ്പീക്കേഴ്സ് പെർസ്പെക്റ്റീവ് എന്നുള്ളത് വൈൽ ദ പോയം ഈസ് പലപ്പോഴും ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുള്ളത് ആസ് എ വുമൺ ഗ്രാപ്ലിംഗ് വിത്ത് ദ aftermath of abortion. It is important to consider the speaker's individual motivations and the societal context that may have influenced her decision. ഈ ഒരു സ്പീക്കേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ മോട്ടിവേഷൻസ് കൺസിഡർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അവളുടെ ഡിസിഷൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസിഷൻ, സോഷ്യൽ കണ്ടക്സ്റ്റിൻ്റെ ആ ഒരു ഡിസിഷൻ എന്നതും കൺസിഡർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഈ ഒരു ദ സ്പീക്കേഴ്സ് പെർസ്പെക്റ്റീവിൽ പറയുന്നുള്ളത്. ഇനി പോയം ഒരിക്കലും വ്യക്തതയോടെ കൂടിയല്ല സ്പീക്കേഴ്സ് സ്റ്റാൻഡ്സ് ഓൺ അബോർഷൻ എന്നുള്ളത്. അലോയിങ് ഫോർ ഡിവേഴ്സ് ഇൻ്റർപ്രിറ്റേഷൻസ്, വ്യത്യസ്തമായിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻസ് ആണ് നൽകിയിട്ടുള്ളത് റീഡറിന് ബേസ്ഡ് ഓൺ ദ റീഡേഴ്സ് ഓൺ പെർസ്പെക്റ്റീവ്. ഇനി ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ മദർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1945 എ ടൈം വെൻ അബോർഷൻ വാസ് ഹൈലി സ്റ്റിഗ്മറ്റൈസ്ഡ് ആൻഡ് ഇല്ലീഗൽ ഇൻ മോസ്റ്റ് പ്ലേസസ്. പല സ്ഥലത്തും അബോർഷൻ ഇല്ലീഗലായിട്ടുള്ള സമയത്താണ് ഈ ഒരു ദ മദർ എന്ന പോയം പബ്ലിഷ് ചെയ്യുന്നുള്ളത്. മേക്കിംഗ് ദ പോയം ഈവൻ മോർ ഇമ്പാക്റ്റ്ഫുൾ. ഈ ഒരു പോയം ഇമ്പാക്റ്റ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇൻ ഇറ്റ്സ് എക്സ്പ്ലോറേഷൻ ഓഫ് എ സെൻസിറ്റീവ് ടോപ്പിക്, ഈ ഒരു സെൻസിറ്റീവ് ടോപ്പിക് എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യത്തിൽ ഈ ഒരു പോയം ഇമ്പാക്റ്റ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.